കൂടാറുണ്ട് ഉത്തരങ്ങൾ തമ്മിൽ അങ്ങോട്ട് മാച്ച് സ്റ്റിച്ചോ അമ്മാതിരി അടിക്കായിരുന്നു. ഈ ഡെവിൾ കുഞ്ഞെന്നുള്ള പേര് അന്വർത്ഥമാക്കിക്കൊണ്ടെന്നൊക്കെ പറയണല്ലേ. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടേ ഇല്ല. എവിടെയോ പോയി തെന്നിടിച്ച് ഇത് ഇങ്ങനെ സാധനല്ലേ ജനലിലൊക്കെ അതില് കൊണ്ട് ഇടിച്ച് തല പൊട്ടി. എന്റെ അമ്മേ. ആ ഒരു ലോഡ് ചോര വന്നു. ആണോ? എന്നിട്ട് എനിക്ക് അടുത്ത ദിവസം എക്സാം ചെയ്യുമ്പോ ഫുൾ മാർക്ക് കിട്ടി. അത് അത് എന്താ അറിയില്ല, അതില് മറ്റേ വൃത്തിയായിട്ട ബ്ലഡ് ഒക്കെ പോയി വന്നു, ബുദ്ധിയുള്ള ബ്ലഡ് ഒക്കെ വന്നു. അത് മാത്സിലേക്ക് ഫുള്ള് കിട്ടി. ആണോ? എനിക്ക് മാത്സ് ചെയ്യാൻ പൊട്ടി തോക്കാറുള്ളൂ. ഫുള്ള് കിട്ടിയോ? അത് ഞാൻ വീഴ്ത്തിട്ടുണ്ടോ? യെസ് ഗൈസ്. അപ്പൊ എവിടെയോ കാര്യമായിട്ട് ഇടി കിട്ടി. ബുദ്ധിയൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. സംഭവം ഞങ്ങൾ WWE കളിക്കായിരുന്നു. അപ്പൊ പിന്നെ വെയിറ്റ് ഒക്കെ താങ്ങാൻ പറ്റില്ല, എന്റെ മേത്ത് കിടക്കാം. ഒരു അച്ഛ ചവിട്ട് കൊടുത്താൽ അത് തെറിച്ചു പോയി നേരെ കൊണ്ട് ഭിത്തിമേ കൊണ്ടിടിച്ച് തല പൊട്ടി. ചോര ഉണ്ടെങ്കിൽ ഞാനവിടെ തലയിറങ്ങി വീണു. പിന്നെ അറിഞ്ഞിട്ടില്ല. പിന്നെ എണീക്കുമ്പോ ഒക്കെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ റിവെഞ്ച് പറ്റിയില്ല. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഞാനങ്ങോട്ട് വാർത്ത അനിയന്മാർക്ക് ഫാൻസ് പറ്റില്ല. എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ അവർ മുന്നിൽ ഇരിക്കുന്ന സമയത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല. കുഴപ്പമില്ല. എന്താ ഈ ഫാൻസ് പറയുമ്പോ ഗേൾസ് ഫാൻസ് ഒക്കെ എല്ലാ തരത്തിലും ഫാൻസ്. ഓ മൈ ഗോഡ്. എന്റെ അമ്മേ ഇതൊക്കെ പോണേക്കാ നടക്കണില്ല. അപ്പം ചേച്ചിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്ക, വീഡിയോ എടുത്ത് കൊടുക്കൊക്കെ എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ നിർബന്ധിക്കും, ഇങ്ങനെ കുറെ കെഞ്ചും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നാ ചെയ്തു തന്നു. അല്ലെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ്. എന്റെ ദൈവമേ, ഇത്ര ഡിമാൻഡുള്ള മനുഷ്യൻ ഡാൻസ് ഒന്നും പഠിക്കില്ല കേട്ടാ. വെറുതെ പാട്ട് വെക്കും, 2 സ്റ്റെപ്പ് ഇടും. ഞാൻ ഇങ്ങനെ സ്റ്റോറേജ് കളയാ വീഡിയോ എടുത്തിട്ട്. എടുത്തു നോക്കിയാൽ ചിലപ്പോഴേ നമുക്ക് 2 ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. ആദ്യം പഠിച്ചിട്ട് വന്നിരിക്കാൻ വൃത്തിക്ക് ഒറ്റ ടേക്കിൽ തീർക്കാം. എന്റെ പണിയും കഴിഞ്ഞ് വെച്ചിട്ട് പണി അതൊന്നും ഇല്ല. 50 ടേക്ക് എടുപ്പിക്കാൻ പഠിക്കണം. നമ്മൾ ഇംപ്രവൈസ് ചെയ്യണം ഓരോ വീഡിയോയില്. എത്ര കാലം ഇമ്പ്രൂവ്മെന്റ് ചെയ്യണേ. കുറച്ച് കാലമായാലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചേച്ചി ഇത്ര വലിയ സ്റ്റാർ ആയിട്ട് നിനക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഒരു നല്ല ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്നത് നിനക്ക് ഓർമ്മ ഉണ്ടോ? ഫോൺ ചേച്ചി എടുത്തന്നാ? ചേച്ചി അച്ഛനും അമ്മയും എടുത്തതാണ്. ഞാൻ മെന്റൽ സപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് എന്താ? അല്ലാണ്ട് നീ എടുത്തുന്നുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഞാൻ എനിക്ക് കണ്ടതൊക്കെ ഇഷ്ടമായ എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യണേക്കാളും ഇഷ്ടമാക്കി ഇവന് വേണ്ടി ഷോപ്പ് ചെയ്യാനാ. കുറെ ഇവന് ഷർട്ട് വാങ്ങി കൊടുത്താൽ നമുക്ക് യൂസ് ചെയ്യാലോ. അപ്പൊ ഞാൻ കുറച്ച് നല്ല ഫൺ സാധനങ്ങളോ ഷർട്ട്സ് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് എപ്പോഴും. വാങ്ങിക്കൊടുക്കും. എന്തായാലും ഇപ്പൊ 2 ദിവസം അവൻ ഇടും. അതന്നെ ഞാൻ. പിന്നെ അതെന്റെ ട്രൗസർ വരെ എന്താ എന്റെ അടുത്തെന്താ പോവാ എനിക്കറിയാം. പക്ഷെ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടി പോവാനുള്ളൂ. ഇല്ലടാ അത് വേണ്ട. ബാക്കിയെല്ലാം ട്രൗസർ ജേഴ്സി ഒന്നും ഉണ്ടാവില്ല. എല്ലാം എടുത്തിട്ട് പോകും. ഞാൻ എന്നിട്ട് ഊരാൻ പറയും. പക്ഷെ റോട്ടിലൊക്കെ വെച്ച് ഊരാൻ പറഞ്ഞ ആൾക്കാരല്ലേ. ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് പറയില്ല. ഇവ ഒരു പ്രാവശ്യം ഇത് എന്റെ ഡ്രസ്സാണോ കുഞ്ചു ഓരിക്കോ, എനിക്ക് ഇതൊന്നും പറ്റില്ല, അതൊന്നും കണ്ണ് പറ്റില്ല എന്നൊക്കെ ഫുൾ സീൻ. ഞാൻ കളി കാണുന്നത് എന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണ്ടാവും. ഊര് ഇപ്പൊ അധികം കുറച്ച് ഡിമാൻഡ് ആണെന്ന് തുടങ്ങിയപ്പോ ഞാൻ പിന്നെ അച്ഛന്റെ അച്ഛൻ വൈകുന്നേരം വരുള്ളൂ വീട്ടിക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല. ഊരി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചട്ടച്ചട്ടേന്ന് കിട്ടുന്നതാണ്. അപ്പൊ ശരി.